എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. പക്ഷേ രാഷ്ട്രീയമായ അട്ടിമറികൾക്ക് കൂടി ഇവർ കൂട്ടുനിന്നിട്ടുണ്ട്. കേരളം സത്യമറിയാൻ കാതോർത്തിരുന്ന ചില കേസുകൾ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വക്കും മൂലയെ കിട്ടിയിട്ടുള്ളൂ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. അധികം വൈകാതെ ബാക്കി തെളിവുകൾ കൂടി കിട്ടുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ അതിപ്രമാദമായ രാഷ്ട്രീയ കേസുകൾ, രാഷ്ട്രീയവുമായി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ, ഒരു മുന്നണിയെ, പാർട്ടിയെ പോലും ബാധിക്കാൻ സാധ്യതയുള്ള കേസുകൾ അന്വേഷണം നടത്തി ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ, ജനങ്ങൾ ഇന്നതായിരിക്കും സത്യമെന്ന് കരുതിയിരുന്ന കാര്യത്തിന് വിപരീതമായി അങ്ങനെയല്ല എന്ന് ചില കേസുകൾ അട്ടിമറിക്കപ്പെട്ട് നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ അത്തരം കേസുകൾ ക്ലോസ് ചെയ്യുമ്പോൾ അന്തം വിട്ട് നിന്ന ചില കേസുകളുണ്ട്. കേസുകളുടെ പേരിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയും ADGP അജിത് കുമാറിനെ ആ പൊസിഷനിൽ ഇരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ താഴെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥര് കേസ് അന്വേഷിക്കുന്നതിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവരുടെ ആത്മവിശ്വാസത്തിന് കുറവ് വരുത്തും എന്ന് ഞാൻ കരുതുകയാണ്. കേരളത്തിൽ രാഷ്ട്രീയ അട്ടിമറി നടത്താൻ ADGP MR അജിത് കുമാർ ശ്രമിച്ചുവെന്ന ആരോപണവുമായി PV അൻവർ MLA. അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ തുടരാൻ അനുവദിച്ച് കേസ് അന്വേഷിക്കുന്നത് തന്നെ കൊടുക്കാൻ വേണ്ടിയാണെന്നും അൻവർ MLA ആരോപിച്ചു. തനിക്ക് വല്ലതും സംഭവിച്ചാൽ തെളിവുകൾ ഇല്ലാതാകില്ലെന്നും എല്ലാ തെളിവുകളും തിരിച്ചുവരുമെന്നും അൻവർ പറഞ്ഞു. എല്ലാ പരിധിയും അജിത് കുമാറും സംഘവും ലംഘിച്ചിട്ടുണ്ട്. ക്രിമിനൽ സംഘത്തിൽ ഇനിയും പല വൻ മീനുകൾ ഉണ്ടെന്നും അവരെയെല്ലാം പുറത്തു കൊണ്ടുവരുമെന്നും അൻവർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാരുടെയും നേതാക്കളുടെയും ഫോൺ കോൾ സന്ദേശം ചോർത്തിയതിന്റെ വിവരങ്ങൾ സ്വർണ്ണക്കടത്തുകാരന് ലാപ്ടോപ്പ് വഴി സുജിത് ദാസ് കേൾപ്പിച്ചു കൊടുത്തുവെന്നും അൻവർ MLA പറഞ്ഞു. പിടികൂടിയ 10 കിലോ സ്വർണത്തിൽ 7 കിലോയും സുജിത് ദാസും സംഘവും കൈക്കലാക്കി. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ തൂപ്പുകാരിയുടെ ശബ്ദം വരെ സുജിത് ദാസ് തന്റെ കൈവശമുണ്ടെന്ന് അവകാശപ്പെട്ടതായും അൻവർ MLA പത്രസമ്മേളനത്തിൽ പറഞ്ഞു. തന്നെ കുരുക്കാനായി പല രീതിയിലും പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എനിക്കെതിരെ പല രീതിയിലും അന്വേഷണവും നടക്കുന്നുണ്ട്. ഇവർ കുലുക്കിയാലൊന്നും താൻ കുലുങ്ങാൻ പോകുന്നില്ലെന്നും അൻവർ MLA പറഞ്ഞു. എ+ വിഷൻ, മഞ്ചേരി. Oh my God. വാവേ ഒരു മിനിറ്റ്. Super Absorbent Poppy's Diapers.